Goda, co-presented by Berger Paints, 100 Years of Trust, and ICL Fincorp. ICL Fincorp, the intelligent choice. Co-powered by Chungat Jewellery. Chungat Jewellery lightweight gold-ന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. നമസ്കാരം. ന്യൂസ് 18 ഗോദയിലേക്ക് സ്വാഗതം. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ പങ്കെടുക്കുന്ന ജനാധിപത്യ ഉത്സവത്തിലാണ് ഇന്ന് ഇന്ത്യ നിൽക്കുന്നത്. രാജ്യമാകെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഗോദയായി നിൽക്കുകയാണ്. അതിൽ കേരളത്തിലെ 20 ഗോദകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോദ തന്നെയാണ് ഈ കണ്ണൂരും. ഏറ്റവും തീവ്രമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന ഈ കണ്ണൂരിന്റെ ഗോദയിലേക്ക്, ന്യൂസ് 18 ഗോദയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശൂരും വടകരയും പിന്നിട്ടാണ് ന്യൂസ് 18 ഗോദ കണ്ണൂരിന്റെ മണ്ണിലെത്തുന്നത്. തൃശൂരിലും വടകരയിലും വലിയ ജനസാന്നിധ്യമായിരുന്നു. വോട്ടർമാരുടെ വലിയ സാന്നിധ്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാനപ്പെട്ട ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തി. വലിയ ചോദ്യങ്ങൾ രാഷ്ട്രീയ നേതാക്കളോട് അവർ ഉയർത്തി. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചൂടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഗോദയിലൂടെ ഞങ്ങൾ. ഇന്നും ഈ കണ്ണൂരിന്റെ കരുത്തുറ്റ മണ്ണിൽ പ്രധാനപ്പെട്ട 3 പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാനപ്പെട്ട 3 പ്രതിനിധികൾ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. അവർക്ക് തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാനുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ ചർച്ചയാകുന്നത് എന്ന് പറയാനുണ്ട്. ഒപ്പം തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ മികവുകൾ എടുത്തുകാട്ടേണ്ടതുണ്ട്. നമുക്ക് ഗോദയിലെ പ്രധാനപ്പെട്ട അതിഥികളെ പരിചയപ്പെടാം. മാറി മാറി ജയിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൂരിൽ കഴിഞ്ഞ തവണ വിജയം കോൺഗ്രസിനായിരുന്നു. കോൺഗ്രസിന്റെ പ്രതിനിധിയായിരുന്നത് മുൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാവും ഇപ്പോൾ KPCCയുടെ വക്താവുമായ റിജുൽ മാക്കുറ്റിയാണ്. റിജുൽ മാക്കുറ്റിക്ക് സ്വാഗതം. ശ്രീ KV സുമേഷാണ് CPMന്റെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം നമുക്കറിയാം MLA ആണ്. ചാനൽ ചർച്ചകളിലൊക്കെ തീപ്പൊരു നേതാവാണ്. വലിയ പോരാട്ടം പാർട്ടിക്ക് വേണ്ടി നടത്തി വളർന്നു വന്ന നേതാവാണ്. അദ്ദേഹത്തിനും സ്വാഗതം. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ BJPയുടെ പ്രതിനിധിയായി കണ്ണൂർ BJP ജില്ലാ പ്രസിഡന്റ് KV ഹരിദാസാണ്. അദ്ദേഹത്തിനും സ്വാഗതം. ആദ്യം 3 നേതാക്കൾക്കും നമ്മൾക്ക് ദേശീയ വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. സാധാരണ എല്ലായിടത്തും പ്രാദേശിക വിഷയങ്ങളിലേക്ക് വന്നാൽ പിന്നീട് നമുക്ക് ദേശീയ വിഷയങ്ങൾ പറയാൻ കഴിയാതെ, അതുകൊണ്ട് തന്നെ നമുക്ക് ദേശീയ വിഷയങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. 3 മിനിറ്റ് വീതം ദേശീയ വിഷയങ്ങൾ, സംസ്ഥാന വിഷയങ്ങളും മറ്റ് മണ്ഡലത്തിലെ വിഷയങ്ങളിലേക്ക് പിന്നീട് കടക്കാം. ഓരോ പാർട്ടിയുടെ നേതാക്കൾക്കായി 3 മിനിറ്റ് വീതം ആദ്യം അവർ ദേശീയ വിഷയങ്ങൾ സംസാരിക്കും. അതിനുശേഷം വോട്ടർമാർ, അടിസ്ഥാനപരമായി നിങ്ങളാണ് ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടത്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇവ നൽകും. ആദ്യ അവസരം റിജിൽ മാക്കുറ്റി, ആദ്യം എന്താണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകൾ പറയണം. ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചർച്ചകൾ കൂടി. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ വീണ്ടെടുക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷതയെയും ഇന്ത്യയുടെ ഭരണഘടനയെയും സംരക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ BJPയും സംഘപരിവാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിനെതിരായി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന് രാജ്യത്തെ ചെറുപ്പക്കാരെയും സാധാരണക്കാരെയും അതോടൊപ്പം തന്നെ ഈ ജനങ്ങളെയെല്ലാം എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള വലിയ പോരാട്ടം, രാഷ്ട്രീയ പോരാട്ടം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. രാജ്യത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ ഈ തെരഞ്ഞെടുപ്പിനകത്ത് മാറുന്ന രൂപത്തിലുള്ള വലിയ ക്യാമ്പയിനാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. തീർച്ചയായും നരേന്ദ്രമോദിക്ക് മുമ്പ് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ ഭരിച്ചപ്പോൾ ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെയാണ് ഇന്ന് വീണ്ടും നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരുമെന്നുള്ള വലിയ ക്യാമ്പയിനുകൾ എല്ലാ തരത്തിലും മീഡിയയും അതോടൊപ്പം തന്നെ മറ്റ് സോഷ്യൽ മീഡിയ ഇടങ്ങളും സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചും വലിയ രൂപത്തിൽ പ്രചാരണ കോലാഹലം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ബാങ്ക് അക്കൌണ്ടുകൾ പോലും ഫ്രീസ് ചെയ്തുകൊണ്ട് ജനാധിപത്യ ഇന്ത്യക്കകത്ത് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത അതിശക്തമായ രൂപത്തിലുള്ള അതിക്രമങ്ങൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് വരുമ്പോൾ ഇതിനെ ചോദ്യം ചെയ്യാൻ ഈ രാജ്യത്തെ ജനങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ നിൽക്കുന്ന ആളുകളെ അവരുടെ അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയത്തെ, എതിരഭിപ്രായങ്ങളെ കുടിച്ചുമൂടാൻ, അതോടൊപ്പം തന്നെ അത്തരം ആ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ തരത്തിലും ഈ രാജ്യത്ത് പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ട്. ഇതെല്ലാം ഉയർത്തിക്കൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള ഒരു ക്യാമ്പയിനായി ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കുക, രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കുക, രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുക. ആ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വലിയ രൂപത്തിലുള്ള രാഷ്ട്രീയ ക്യാമ്പയിനുമായി ഞങ്ങൾ കടന്നു വരികയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് പ്രവർത്തിക്കുന്നത് ഇന്ത്യ മുന്നണി തിരിച്ച് അധികാരത്തിലേക്ക് വരും എന്നുള്ള രാഷ്ട്രീയപരമായ വലിയ മുന്നേറ്റമുണ്ട്. അതിൽ വളറിവുകൊണ്ടാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രൂപത്തിലുള്ള എല്ലാ തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിനെ അതിജീവിക്കും. അതിശക്തമായ രൂപത്തിലുള്ള ഒരു വലിയ ജനകീയ വികാരം ഈ സർക്കാരിനെതിരെ ഈ രാജ്യത്തുണ്ട്. അത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു
തുറന്നു പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ കർഷകരുടെ വിലാപങ്ങൾ, അവരുടെ കണ്ണുനീര്, ആ കണ്ണുനീരിന് മറുപടി പറയുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും. തൊഴിൽ തരുമെന്ന് പറഞ്ഞ് 2 കോടി തൊഴിൽ ഒരു വർഷം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ വഞ്ചിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറക്കുമെന്ന് പറഞ്ഞവർ ഇന്ന് അതിന് സെഞ്ചുറി കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്നു. ഗ്യാസിന്റെ സബ്സിഡി എടുത്തു കളഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ അതിന്റെ മേലെ ഭരണവിരുദ്ധ വികാരത്തെ മറയ്ക്കാൻ പൗരത്വ നിയമം എന്ന് പറയുന്ന കാടൻ നിയമത്തെ ഈ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് 2ാം കഴ്സൺ പ്രഭുവായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി മാറുകയാണ്. അതിനെതിരെയുള്ള വലിയ ക്യാമ്പയിൻ ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചുകൊണ്ട് അതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായി ഇവർ കാണുന്നു. അതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയും. ബഹുഭൂരിപക്ഷം ഈ രാജ്യത്തെ ജനങ്ങളും ഇവരുടെ വർഗീയ അജണ്ടയെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് മാറും. അതിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. അടുത്തതായി ഇടതുമുന്നണിയുടെ പ്രതിനിധിയായി KV സുമേഷ്. ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. BJP ഇന്ത്യയുടെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ലോഗൻ. ജനാധിപത്യ പാർട്ടികളുടെ ഒരു ഐക്യനിര ദേശീയ തലത്തിലുണ്ട്. രാജ്യം കണ്ടിട്ടില്ലാത്ത നിലയിൽ ജനങ്ങൾക്കിടയിൽ കടുത്ത വിഭാഗീയതയും വർഗീയതയും ഏറ്റവും ശക്തമായി ഭരണകൂടം തന്നെ നേതൃത്വം നൽകി നടപ്പിലാക്കുന്നു എന്ന അപകടകരമായ ഒരു സ്ഥിതി നമ്മുടെ രാജ്യത്തുണ്ട്. രാജ്യത്തെ അന്വേഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ ഇല്ലായ്മ ചെയ്യാൻ ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സംഭവം പ്രതിപക്ഷത്തെ അമർച്ച ചെയ്യാൻ രാജ്യത്തിന്റെ ഭരണഘടനാ നിയമ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. മറുഭാഗത്ത് കടുത്ത നിലയിലുള്ള ജനദ്രോഹ നടപടികളുമായിട്ടാണ് BJPയുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഇന്ത്യയുടെ ഭാവി, ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ, രാജ്യത്തെ രക്ഷപ്പെടുത്താൻ BJP അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുക എന്ന ഏറ്റവും ശക്തമായ ക്യാമ്പയിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് ഇടതുപക്ഷത്തിനാണ് കൂടുതൽ ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. എങ്കിലാണ് ദേശീയ തലത്തിലെ BJP വിരുദ്ധ നിലയിലുള്ള നീക്കത്തെ ശക്തിപ്പെടുത്താൻ കഴിയുക എന്നതാണ് കേരളത്തിലെ ബഹുമാന്യരായിട്ടുള്ള വോട്ടർമാർക്ക് മുന്നിൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ ഹരിദാസ്, രണ്ടുപേരും സംസാരിച്ചത് പൂർണ്ണമായും കേന്ദ്ര വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ്, കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെയാണ്. സ്വാഭാവികമായും ചർച്ചയാകുന്ന ഇതൊക്കെയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. രണ്ടു കൂട്ടരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് ഇവിടെ ഇപ്പോൾ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു. രണ്ടും ഒന്നാണ്. കേരളത്തിൽ ജനങ്ങളെ വോട്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടി കണ്ണിൽ പൊടിയിട്ട് മത്സരിക്കുകയാണ്. കാരണം ഭാരതത്തിൽ ഇവരൊന്നിച്ചാണ് മത്സരിക്കുന്നത്. ഇവരെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു നയത്തിനെതിരായിട്ട് പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ല. പൂർണ്ണമായിട്ടും കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിച്ചപ്പോൾ ഇടതുപക്ഷത്തെ എവിടെയും പറഞ്ഞതായി കാണുന്നില്ല. ഇടതുപക്ഷത്തിന്റെ MLA കോൺഗ്രസിനെ ഒരു പോയിന്റിൽ പോലും കുത്തി നോവിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഇവര് തമ്മിൽ ഒരുമിച്ച. അപ്പൊ ഞങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഈ അഴിമതിക്കാരെ കുഴിച്ചുമൂടിയതിന്റെ പ്രതികാരമാണ് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ളത്. കാരണം 6 പതിറ്റാണ്ട് കാലം പാതാളവും ഭൂമിയും ആകാശവും കൊള്ളയടിച്ച കോൺഗ്രസ് എന്ന് പറയുന്ന സംസ്കാരം, ആ സംസ്കാരം ഇന്ത്യയിൽ ഇല്ലാതാവണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നരേന്ദ്രമോദി യാഥാർത്ഥ്യമാക്കുമെന്ന് കോൺഗ്രസിന്റെ ആളുകൾക്കറിയാം. കോൺഗ്രസിന്റെ ആളുകൾ അഴിമതി നടത്തി ഈ രാജ്യത്തിന്റെ നികുതി പണം കൊള്ളയടിച്ചവരാ. ഈ നാടിന്റെ വികസനം തടസ്സപ്പെടുത്തിയവരാ. ഇന്ന് കാണുന്ന ഈ 2014 മുതൽ ഇങ്ങോട്ടുള്ള വികസനം എടുത്ത് പരിശോധിച്ചാൽ നാടിന്റെ മുഖച്ഛായ മാറുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഈ രാജ്യത്ത് ഈ റോഡിലൂടെ പോകുമ്പോൾ മലേഷ്യയിലോ സിംഗപ്പൂറോ എന്ന് നോക്കും, ഞങ്ങൾ സെൽഫി എടുക്കും, എല്ലാവരും യുവാക്കളും യുവതികളൊക്കെ. കാരണം ആ രീതിയിലേക്കൊരു മാറ്റം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മാറ്റമാ. കേരളത്തിൽ 8 മന്ത്രിമാരുണ്ടായിരുന്നു. കോൺഗ്രസ് കേരളവും കേന്ദ്രവും ഒരുമിച്ച് ഭരിച്ചിരുന്നു. അവിടെയൊന്നും 1977 നാഷണൽ ഹൈവേ 46 വർഷമായിട്ട് കാട് പിടിച്ച് ഈ പറയുന്ന ഇഴജന്തുക്കളുടെ താവളമായിരുന്നു. അവിടെ ഒരു ചെറുവിരലനക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. 8 മന്ത്രിമാർ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ട് നെട്ടോട്ടമോടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം കുടുംബാധിപത്യത്തിന് വേണ്ടി, സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുകയായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പൊ നാടിന്റെ വികസനം നടക്കുന്നത്, റെയിൽവേയിൽ വികസനം നടക്കുന്നത്, ഹൈവേയിൽ വികസനം നടക്കുന്നത്, സീ പോർട്ടും എയർപോർട്ടും വികസിക്കുക. അതോടൊപ്പം തന്നെ നിരവധി ക്ഷേമ പദ്ധതികൾ ഈ സമൂഹത്തിലേക്ക് ഒഴുകുകയാണ്. ഓരോ സാധാരണക്കാരനും വിവിധ പദ്ധതികൾ ഡയറക്റ്റ് ആയിട്ട് എത്തുകയാണ്. അവനോട് ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറയുന്നു. ആ അക്കൗണ്ടിലൂടെ
അവന്റെ ജീവിത പ്രയാസങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇടനിലക്കാരില്ലാതെ, തട്ടിപ്പുകാരില്ലാതെ, കൊള്ളക്കാരില്ലാതെ, കൊള്ളയടിക്കാനുള്ള അനുവാദമില്ലാതെ ഇവരെയൊക്കെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഈ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് നരേന്ദ്രമോദിക്ക് ഈ കഴിഞ്ഞ 2014 മുതൽ 2023 വരെയുള്ള വർഷത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു, അവന്റെ വീട്ടിലേക്ക് വെള്ളം എത്തുന്നു, അവന് വീടെത്തുന്നു, അവന് കറണ്ട് എത്തുന്നു, അവന്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം എത്തുന്നു, അവന് വാക്സിൻ എത്തുന്നു, അരി എത്തുന്നു. 81 കോടി ജനങ്ങൾക്ക്, ഈ ലോകത്തിന് മാതൃകയാ. 81 കോടി ജനങ്ങൾക്കാണ് അരി കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്. ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ച്, ഇത്രയും കാലം ഈ നമ്മുടെ ലോകത്ത് സാമ്പത്തിക നിലയിൽ 5ാം സ്ഥാനത്തേക്ക് ഭാരതം എത്തി. ബ്രിട്ടനെ പിന്തള്ളി, നമ്മളെ 100 വർഷം അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടനെ പിന്തള്ളിക്കൊണ്ട് 5ാം സ്ഥാനത്തേക്ക് ഭാരതം സാമ്പത്തിക രംഗത്ത് മുന്നേറുമ്പോൾ അതിനെ ഘടകവിരുദ്ധമായ രീതിയിൽ അതിനെ പ്രചരണം നടത്തുക. ഞങ്ങൾ പറയുന്ന വികസനമാണ്, ഇവർ പറയുന്ന വിരോധമാണ്. ശരി, ഞങ്ങൾ വികസനം പ്രചരിപ്പിക്കുന്നു, നാടിന്റെ വികസനമാണ് ലക്ഷ്യം. ഓരോ സാധാരണക്കാരനും, ഇവിടുത്തെ സാധാരണ മാർക്സിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ലീഗുകാരനും ജനതാദളുകാരനും രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയമില്ലാത്തവരും അടിസ്ഥാന സൗകര്യ വികസനം നാടിന് ആവശ്യമാണ്. ആ വികസനമാണ് നരേന്ദ്രമോദി നടത്തുന്നത്. ആ വികസനത്തിലാണ് ഇവർക്ക് രണ്ടുപേർക്കും എതിർപ്പ്. ഇവര് രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ്. ശരി സർ, നമുക്ക് ഇനി നമ്മൾ ഈ അവതാരകർ ചോദ്യം ചോദിക്കുന്നതിനേക്കാളും ഈ വോട്ടർമാർ, ഇവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാർ നിരവധി പേരുണ്ട്, രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവർക്ക് നമ്മുടെ ഈ പ്രതിനിധികളോട്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് ചോദ്യം ചോദിക്കാം. സ്പെസിഫിക് ആയി ഓരോരുത്തരും ഓരോ ആളുകളോട് ചോദിക്കാം, മറുപടി അവർ നൽകും. ആരാണ് ആദ്യം? ചോദിക്കാം. റിജിൽ മാക്കുറ്റിയോടാണ് ചോദ്യം. നിങ്ങളിപ്പോ പറഞ്ഞല്ലേ എന്തായാലും ഇപ്പൊ ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കുമെന്ന്. അതെ, ഭാരതത്തിന് വരാൻ പോകുന്ന ഭരണം ഇന്ത്യ മുന്നണിയുടെയാണെന്ന്. അത് ഏത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് ഒന്ന് വിവരിച്ചാൽ കൊള്ളായിരുന്നു. എവിടെയാണ് വർഗീയത ഉള്ളതെന്നൊന്ന് പറയണം. കേരളത്തിലല്ലാതെ പുറത്ത് ഏത് സ്ഥലത്താണ് വർഗീയത പെരുകുന്നത്? വർഗീയത നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇവിടെ. അല്ലാതെ ഒരു സ്ഥലത്തും വർഗീയതയില്ല. എല്ലാ സ്ഥലത്തും നരേന്ദ്രമോദിക്ക് നല്ലൊരു പേരാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഉന്നമനങ്ങൾ നമുക്ക് എണ്ണിപ്പറയാനുണ്ട്. ഇന്ന് ഏത് കേരളത്തിലെ ചെറിയ കുട്ടികൾ പോലും പറയും. അവിടെയൊന്നും നരേന്ദ്രമോദി കുറ്റം പറയുന്നവരില്ല. ഈ സ്ഥലത്ത്, ഈ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ വർഗീയത പറയുന്നത്. വർഗീയത ഉണ്ടാക്കുന്നത് കോൺഗ്രസും മാർക്സിസ്റ്റുമാണ്, അല്ലാതെ BJP അല്ല. BJPക്ക് ഒരു സ്ഥലത്ത് എല്ലാവരും ഒരേ കണ്ണിൽ കാണുന്നവരാണ്, ഒരേ നിയമങ്ങൾ കൊണ്ടുവരണമെന്ന് പറയുന്നവരാണ്. പിന്നെ അതിന് മറുപടി തന്നാൽ കൊള്ളാം. യഥാർത്ഥത്തില് രാജ്യത്തെ ജനങ്ങളെ എങ്ങനെയെല്ലാം ഭിന്നിപ്പിക്കാം എന്നുള്ളതിന്റെ ഗവേഷണം നടത്തുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് എവിടെയാണ് വർഗീയത എന്ന് ചോദിക്കുന്നത്. എന്താണ് രാജ്യത്ത് പൗരത്വ നിയമം എന്നുള്ളത്, ആർക്കെതിരെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് അത്തരം ഒരു നിയമം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തിയെന്നറിയാം. രാജ്യത്തിന്റെ ഭരണഘടന ഒരു പൗരന് കൊടുക്കുന്ന ഇക്വാലിറ്റിയാണ്, തുല്യതയാണ്. ആ തുല്യത എന്ന് പറയുന്ന, ഇക്വാലിറ്റി എന്ന് പറയുന്ന ഭരണഘടന അവകാശത്തെ ഹനിച്ചുകൊണ്ട് ഇവിടെ ഒരു മതവിഭാഗത്തെ മാറ്റി നിർത്താനുള്ള തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അനുസൃതമല്ല എന്നുള്ളതാണ്. അത് വിഭാഗീയതയാണ്, അത് വെറുപ്പാണ്. ഈ രാജ്യത്ത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നവരെ തല്ലിക്കൊല്ലുന്നത് വെറുപ്പാണ്. അതിന്റെ പിറകിൽ നിൽക്കുന്നത് ആരാണ്? സംഘപരിവാറും RSS നേതൃത്വം കൊടുക്കുന്ന ശക്തികളാണ്. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നവർക്കെതിരായി കടന്നാക്രമണം നടത്തുന്ന ആരാണ്? സംഘപരിവാറും RSSുമാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും രാജ്യത്ത് ഭിന്നിപ്പിക്കാൻ മണിപ്പൂരിന്റെ മണ്ണിൽ നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത്, അവിടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയത്, അവിടെയുള്ള ക്രിസ്തീയ ദേവാലയങ്ങൾ തകർത്തത്, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്തീയ മതവിശ്വാസികൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കെതിരായുള്ള വലിയ ക്യാമ്പയിൻ നടക്കുമ്പോൾ അതിന്റെ പിറകിൽ നിൽക്കുന്നത് BJP സംഘപരിവാർ രാജ്യം ഭരിക്കുന്ന ഭരണകൂടമാണ്. പിന്നെ അത് വർഗീയതയല്ലേ? പിന്നെ നിങ്ങൾ പറയുന്ന രാജ്യത്തെ ആളുകളൊക്കെ സന്തോഷവാന്മാരാണെന്ന്. ഈ രാജ്യത്ത് 72,000 കോടി രൂപ കോൺഗ്രസ് ഭരിക്കുന്ന UPA ഗവൺമെന്റ് കർഷകരുടെ കടമെഴുതി തള്ളിയിട്ടുണ്ട്. നിങ്ങൾ കർഷകരുടെ കടമെഴുതി തള്ളിയിട്ടുണ്ടോ? എന്താണ് കർഷകരുടെ അവസ്ഥ? ആ കർഷകരുടെ വിലാപം കേൾക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ആ കർഷകർ പ്രതിഷേധം ഉന്നയിക്കുമ്പോൾ അവരെ വെടിവെച്ച് കൊല്ലുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അവരെ മുള്ളാണി കൊണ്ട് നേരിടുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അവർക്കെതിരായിട്ടുള്ള വലിയ രൂപത്തിലുള്ള കടന്നാക്രമണം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോയല്ലേ നിങ്ങൾ? അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ്. അവിടെയാണ് രാജ്യത്തിനകത്ത് നിങ്ങൾ താലോലിക്കുന്നത്, നിങ്ങൾ പാലൂട്ടി വളർത്തുന്നത് കോർപ്പറേറ്റുകളെയാണ്. രാജ്യത്തിന്റെ SBI എന്ന് പറയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലോൺ
കടമെടുത്ത് തിരിച്ചടക്കാതെ അദാനിക്ക് 5000 കോടി രൂപയാണ് നിങ്ങൾ അങ്ങോട്ട് അനുവദിച്ചു കൊടുക്കുന്നത്. അതോടൊപ്പം LICയിൽ നിന്ന് 77,000 കോടി നിങ്ങൾ ആർക്ക് അനുവദിച്ചു കൊടുത്തു? നിങ്ങൾ അദാനിക്ക് അനുവദിച്ചു കൊടുത്തു. അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 72,000 കോടി രാജ്യത്തെ പാവപ്പെട്ട കർഷകരുടെ കാശുകൾ വെടിത്തള്ളി. അങ്ങനെ കർഷകരോട് നീതി കാണിക്കാത്ത, അവരെ കണ്ണീരിന്റെ വില മനസ്സിലാക്കാത്ത ഒരു ഭരണകൂടം ഈ രാജ്യം ഭരിക്കുമ്പോൾ അത് ഈ രാജ്യത്തെ കർഷകർ ഈ രാജ്യത്ത് പണിയെടുക്കുന്നവരാണ്, മണ്ണിൽ പണിയെടുക്കുന്നവരാണ്. അവരുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ ഫലമാണ് ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കുന്നത്. അവരോട് കാണിക്കുന്ന ക്രൂരത ഈ തെരഞ്ഞെടുപ്പിനകത്ത് ശക്തമായി ഉയർന്നു വരുമെന്ന് സംബന്ധിച്ച് ഞങ്ങൾക്കൊരു തർക്കമില്ല. വിലക്കയറ്റം, നിങ്ങളൊരു വീട്ടമ്മയാണ്. ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ഈ രാജ്യത്ത് ഗ്യാസിന്റെ സബ്സിഡി കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ പ്രതിഷേധം നടത്തി. 1150 രൂപയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാനും മാസം മുമ്പ്. ആരുടെയെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ? അതോടൊപ്പം ഗ്യാസിന്റെ, പെട്രോളിന്റെയും ഡീസലിന്റെയും വില 40-50 ആക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ 10 വർഷം പൂർത്തിയാക്കുമ്പോൾ ആക്കിയിട്ടുണ്ടോ? അത് ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ട വിഷയമല്ലേ? അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വളരെ കൃത്യമായി ഞങ്ങൾ ഉയർത്തും. 15 ലക്ഷം രൂപയാണ് കള്ളപ്പണം പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി പ്രസംഗം കൊണ്ട് നിങ്ങൾ എത്ര കൊടുത്തു, ഏത് പണം പിടിച്ചു എന്ന് നിങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾക്കെതിരെ ചിന്തിക്കുന്ന തെരഞ്ഞെടുപ്പാണ് എന്ന് വസ്തുതയടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അത്ര വിലയിരുത്തി നടത്തിയിട്ടുള്ളത്. മറുപടി ആയെന്ന് കരുതുന്നു. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? സുമേഷ് കൂടി മറുപടി പറയാൻ. സുമേഷ്, ഈ BJPയെ പൊതുശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത്, അപ്പൊ അതിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യമായിരുന്നു ബഹുമാനപ്പെട്ട മാഡം അല്ല, ഈ തെരഞ്ഞെടുപ്പില് BJPയുടെ നേതൃത്വത്തിലുള്ള NDA വലിയ നിലയിലുള്ള പരാജയം രാജ്യത്ത് അഭിമുഖീകരിക്കും. കാരണം ഇന്ത്യ മുന്നണി എന്നത് ദേശീയ തലത്തിൽ BJP വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് രൂപീകരിച്ചത്. വ്യത്യസ്ത താല്പര്യങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇടതുപക്ഷം തന്നെ കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷമൊക്കെ വ്യത്യസ്തമായ നിലയിലാണ്. ഞങ്ങൾക്ക് അതിൽ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇന്ത്യയിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളെല്ലാം ഞങ്ങൾക്ക് യോജിപ്പില്ല. കേരളത്തിൽ തന്നെ കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി UDF MPമാർ സ്വീകരിച്ച നിലപാടിനോട് കടുത്ത എതിർപ്പുള്ളതാണ് ഇടതുപക്ഷം. രാജ്യ താൽപര്യത്തെ മുൻനിർത്തി BJP തുടരുന്ന അപകടകരമായ വർഗീയതയെ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത്, ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് യഥാർത്ഥത്തിൽ പുറത്തു നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിനേക്കാൾ കൂടുതൽ അപകടകാരിയായിട്ട് മാറാൻ പോകുന്നത് ജയിലിൽ കിടക്കുന്ന അരവിന്ദ് കെജ്രിവാളാണ്. ഡൽഹിയിൽ നടപ്പിലാക്കാത്തൊരു മദ്യനയത്തിന്റെ പേരിലാണ് അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നത്. ഇത്രമേൽ ഗവൺമെന്റ് ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന ഇന്ത്യ കണ്ട ഏറ്റവും ജനാധിപത്യ പിൻവലിച്ചു. അവരെ നിർത്തലാക്കിയതിനു ശേഷമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രൽ ബോണ്ട് ഇത്രമേൽ ശാസ്ത്രീയമായ ഒരു അഴിമതി നടത്താമെന്ന് ഇന്ത്യ ചരിത്രത്തിൽ തെളിയിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാ? BJP അല്ലേ? ഒറ്റ അക്ഷരം ഇലക്ട്രൽ വോട്ട് വാങ്ങിയവർ ഇന്ത്യ മുന്നണിയിലെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ CPIM ഇല്ല, CPIM അതിന്റെ ഭാഗമായിട്ടില്ല, ഒരു വാങ്ങിച്ചില്ല, ഒരു വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങള് ഈ രാജ്യത്തെ ശാസ്ത്രീയമായ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട്. BJP ഇന്ത്യയുടെ, അവർ പറഞ്ഞോട്ടെ, BJP ഇന്ത്യയിലെ ജനാധിപത്യ ഭരണഘടനാ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും തകർക്കുകയാണ്. മതാടിസ്ഥാനത്തിലുള്ള പൗരത്വം, ഞാൻ ചോദിക്കുന്നത് ആർട്ടിക്കിൾ 14 വയലേഷൻ അല്ലേ? ഈക്വാലിറ്റി ബിഫോർ ലോ. ഇന്ത്യയിൽ ഭരണഘടനയിൽ എവിടെയാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത്? ഡിവൈഡാണ്. ഇന്ത്യയിലെ ജനങ്ങളെ ഡിവൈഡ്. എവിടെയാ വർഗീയത എന്ന് ചോദിച്ചില്ലേ? ഇന്ത്യയിലെ ജനങ്ങളെ ഡിവൈഡാണ്. അറേബ്യയിൽ പോയി ക്ഷേത്ര ഉദ്ഘാടനം ചെയ്തല്ലോ. ഞാൻ ചോദിക്കുന്നത്, ക്ഷേത്ര ഉദ്ഘാടനം ചെയ്തില്ലേ? ഇവിടെ എന്തിനാണ് ഒരു ഡിവൈഡ് ഈ നാട്ടിൽ ഉണ്ടാകുന്നത്? അപ്പൊ എല്ലാവർക്കും തുല്യരായി കാണുന്നതിന് പകരം അധികാരം നിലനിർത്താൻ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്ന BJP നടപ്പിലാക്കുന്ന ഈ രീതിക്കെതിരായിട്ടാണ് ദേശീയ തലത്തിൽ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ട് നമ്മൾ ചോദ്യങ്ങളെല്ലാം സ്വാഭാവികമായും BJPക്ക് നേരെ തന്നെയാണ്. അല്ല, രണ്ടുപേരും ചോദ്യം ഒരാൾ മതിയെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടുപേരും ഒരേ ചോദ്യം ചോദിക്കുന്നത്. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, സുമേഷ്, 543 പ്രതിനിധികളുണ്ട് പാർലമെന്റിൽ. ഒറ്റയാളാ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായേ, ഒരാള്. ഇതാണ് വലിയ ഡയലോഗ് അടിക്കുന്നത്. ഇന്ത്യ മാറ്റാൻ പോകുന്നു, ഞങ്ങൾ മാറ്റാൻ പോകുന്നു, ഞങ്ങൾ ഭരിക്കാൻ പോകുന്നു. ഞാൻ ആരുള്ള ഒറ്റയാള്? അയാൾ തന്നെ പലപ്പോഴും അവിടെ ഹാജരാവുന്നില്ല. രണ്ടുപേരെ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ നിങ്ങൾ ഈനാം ബെച്ചിയും മരപ്പട്ടിയും വരാൻ പോവുകയാ. ഞാൻ പറയും, ഈനാം ബെച്ചും മരപ്പട്ടിയും എന്ന ചിഹ്നം വരാൻ പോകുന്ന AK ബാലൻ പറഞ്ഞതാണ്, ഞങ്ങൾ പറഞ്ഞതല്ല. AK ബാലൻ പറഞ്ഞത് ഈനാം ബെച്ചും മരപ്പട്ടിയും വരണോ എന്ന് സുമേഷിനോട് ചിന്തിക്കാനാ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിന്റെ പിറകെ പോയാൽ നിങ്ങൾക്ക് അടുത്തല്ലോ ഈനാം ബെച്ചും മരപ്പട്ടി എന്നല്ല, ചട്ടുകോ ചൂലോ അതൊക്കെ എല്ലാ ആളുകൾ എടുത്തു കഴിഞ്ഞു. ഇനി വല്ലതും വേറെതും ഉണ്ടോ?
അടിവസ്ത്രം ഏതായാലും എടുക്കാൻ പറ്റൂല, ഷഡ്ഡിയൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ പോലെ ഈനാം പേച്ചും മരപ്പട്ടിയൊക്കെ വെച്ചിട്ട് ഇനി തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഞാനല്ല എ കെ ബാലൻ പറഞ്ഞത്, നിങ്ങളുടെ നേതാവ് പറഞ്ഞത്, നിങ്ങളുടെ നേതാവ് ഞാൻ പറഞ്ഞതല്ല, എ കെ ബാലൻ പറഞ്ഞത് ഇന്നലെ അവിടെ വെച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ നിങ്ങളുടെ അവസ്ഥ പറയുന്നത്, പിന്നീടാണ് വർഗീയത നടപ്പിലാക്കിയത്. നമ്മളൊരു വലിയ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പറഞ്ഞോട്ടെ, പക്ഷെ ആ പ്രയോഗിക്കുമ്പോൾ അവസരം നിഷേധിക്കും. ഞാൻ പറയുന്നത് ഒരു മിനിറ്റ്, ഞാൻ സുമേഷ് സംസാരിക്കുമ്പോൾ സംസാരിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് പൗരത്വ ഭേദഗതി ബില്ല് എന്താണെന്ന് ഇവർക്കറിയാം. തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ തെറ്റിദ്ധരിപ്പിക്കുക. ഇനി ഞാൻ ചോദിക്കാം, കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളുണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്നില്ല ഇവിടെ ഇല്ലേ? ന്യൂനപക്ഷ വിഭാഗം ആരാണ്? എല്ലാവർക്കും അറിയാലോ. ആ പ്രത്യേക പദവിയുണ്ട്, പ്രത്യേക ആനുകൂല്യം കിട്ടുന്നുണ്ട്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കിട്ടുന്നുണ്ട്, സ്വാഭാവികമാണ്. ഒരു പൗരത്വവും ഇവിടെ നിഷേധിക്കുന്നുണ്ട്. നരേന്ദ്രമോദി വന്നാടോ എന്ന് പറഞ്ഞതെന്നറിയോ? വെള്ളിയാഴ്ച എടുത്തു കളയും. സുമേഷിന്റെ പാർട്ടി പ്രചരിപ്പിച്ച കബറടക്കാൻ കഴിയില്ല, കത്തിച്ചു കളയും. ഈ 2014 മുതൽ ഇതുവരെ വെള്ളിയാഴ്ച നോമ്പും എല്ലാം ഉണ്ട്, ജുമാ നിസ്കാരം എല്ലാം ഉണ്ട്. ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ തന്നെയാണ്. അവിടെ എല്ലാം ഉണ്ട്, ഒന്നും എടുത്തു കളഞ്ഞിട്ടില്ല. പക്ഷേ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഉള്ള ആളുകൾ, ബംഗ്ലാദേശിലും ആയിട്ടുള്ള ആളുകൾ, അവിടെ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷ വിഭാഗം, അവിടുത്തെ ഭൂരിപക്ഷ വിഭാഗമാണ്. അവിടുത്തെ ഭൂരിപക്ഷ വിഭാഗം ആരാണ്? അവർക്ക് കൊടുത്താൽ എല്ലാവരും ഇവിടെ വരില്ലേ? ഇവിടെ 12 വർഷമായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമിന്, ക്രിസ്ത്യാനിക്ക് അവർക്ക് പൗരത്വം കൊടുക്കാനുള്ള ഉണ്ടല്ലോ, ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ നിയമമുണ്ടല്ലോ. ഇവിടെ ആർക്കാ എടുത്തു കളയുന്നത്? ഇവിടെ ഇവരെ പറയുന്നത് പോലെ മുസ്ലിമിലെല്ലാം അങ്ങോട്ട് ഓടിക്കും. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ആരെയാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇവിടുത്തെ ഞാൻ പറയട്ടെ, ഇവിടെ കോൺഗ്രസ് അല്ലേ ഭരിച്ച 60-70 വർഷക്കാലം ഭരിച്ചവരല്ലേ ഇവർ, അല്ലേ? എന്നിട്ട് എന്താണ് ആസാമിൽ? അങ്ങനെയാണെങ്കിൽ രാജീവ് ഗാന്ധി ഇവിടെ കൊല്ലപ്പെട്ടപ്പോ ഉള്ള ഡൽഹിയിലെ സിഖുകാർക്ക് തലപ്പാവ് കഴിച്ചു വെക്കേണ്ടി വന്നിട്ടില്ലേ? എത്ര ആളുകൾക്ക് എന്നാ പറഞ്ഞത്? വലിയൊരു മരം ഒഴിഞ്ഞു വീഴുമ്പോൾ എത്രയോ ആളുകൾ അതിന്റെ അടിയിൽപ്പെട്ട് മരിക്കുമെന്ന് പറഞ്ഞ പാർട്ടിയായി ഈ പാർട്ടി. ഞങ്ങളെ ദേശീയ ബോധം പഠിപ്പിക്കുക, മര്യാദയ്ക്ക് ദേശീയ ഗാനം ചൊല്ലാൻ അറിയില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതാ. ഞങ്ങളെ ദേശീയ ബോധം പഠിപ്പിക്കുന്ന പാർട്ടി ദേശീയ ഗാനം മര്യാദയ്ക്ക് പഠിക്കുന്നു. നിങ്ങൾക്ക് ദേശീയ ഗാനം മര്യാദയ്ക്ക് എന്നിട്ടല്ലേ നിങ്ങൾ ദേശീയത പഠിപ്പിക്കുന്നത്? ഞങ്ങൾ 2014 മുതലാണ് ഈ രാജ്യം ഭരിക്കാൻ തുടങ്ങിയത്. ഞങ്ങൾക്ക് നല്ല ദേശീയ ബോധമുണ്ട്. ഞങ്ങൾ അന്നും ഇന്നും ദേശത്തിന് വേണ്ടി രാജ്യം ദേശം ചെരുപ്പനാക്കിയത് ആരാണ് എല്ലാവർക്കും അറിയാം. ഈ പാർട്ടി വിദേശികൾക്ക് പണയം വെച്ച പാർട്ടിയാണ്. നിങ്ങളുടെ ആളെ പേര് പറ. നിങ്ങൾ എവിടെ പങ്കെടുത്തു? മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ആരാണ് കോൺഗ്രസ് രൂപം കൊടുത്തത്? വിദേശിയാണ് കോൺഗ്രസ് രൂപം കൊടുത്തത്. വിദേശിയല്ല കോൺഗ്രസ് രൂപം കൊടുത്തത്. നിങ്ങൾ ഒരാളെ പേര് പറ. കോൺഗ്രസ് നെഹ്റു രൂപം കൊടുത്ത, മഹാത്മാഗാന്ധി രൂപം കൊടുത്ത, കോൺഗ്രസിന് വിദേശീയ രൂപം കൊടുത്ത. അതാദ്യം ആദ്യം ദേശീയകാലം പഠിക്കണം. ദേശീയകാലൊന്നും BJP-ക്കാരനെ ദേശീയകാലം പഠിപ്പിക്കും. പാർട്ടിക്ക് ദേശീയകാലം പഠിപ്പിച്ച ദേശീയ ബോധം പഠിപ്പിക്കാം. Goda, co-presented by Berger Paints, 100 years of trust. And ICL FinCorp. ICL FinCorp, the intelligent choice. Co-powered by Chungat Jewelry. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ആരോടാണ് ചോദ്യം? പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയോടും അതുപോലെ തന്നെ BJP പ്രതിനിധിയോടും ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ വിശാലമായിട്ട് നേരത്തെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. കാരണം UPA സർക്കാർ ഇടതുപക്ഷമായി ഭരിക്കുന്ന സമയത്ത് പെട്രോളിന്റെ വില വർധനവ് വരുന്ന ഘട്ടത്തിൽ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രമിച്ചത്. അപ്പോൾ അത് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരം കുത്തകൾക്ക് കൊടുത്തിട്ടാണ് ഇടതുപക്ഷം പിന്മാറുന്നത്. അത്തരമൊരു അവസ്ഥ വരുത്തി വെച്ചത് അന്നത്തെ കോൺഗ്രസുകാരാണ്. അതിപ്പോൾ അതിന്റെ പിന്തുടർച്ചക്കാരായി വന്ന BJP സർക്കാർ പെട്രോളിന് പ്രകാരം ഡീസലിന്റെ അധികാരം കൂടി കൊടുക്കുന്ന ഒരു സ്ഥിതി നിലവിൽ വന്നു. അത്തരമൊരു സവിശേഷത കൊണ്ടുവന്ന കോൺഗ്രസുകാർ അത്തരമൊരു ഡയലോഗ് പറയുന്നത് ശരിയായ നിലപാടല്ല. മറ്റൊരു കാര്യം പറയുന്നത്, ഇന്ന് ഇന്ത്യയിൽ BJP വളർന്നിട്ടുണ്ടെങ്കിൽ അത് പ്രധാന കാരണം BJP-യാണ്, അല്ല കോൺഗ്രസ് ആണ്. എന്താ വെച്ചാൽ കോൺഗ്രസിന്റെ മത്സരിച്ച് വിജയിച്ചിരിക്കുന്ന MLA-മാർ, MP-മാർ, മന്ത്രിമാർ
അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാർ അടക്കം മുഴുവൻ ആളുകളും പണം ഓഫർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പണം കൈപ്പറ്റിക്കൊണ്ട് എതിരാളികളുടെ പാളയത്തിലേക്ക് പോയി അവരെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഇവിടെ തകർന്നടിയുകയും ചെയ്യുന്നു. BJP വളർന്നു വന്നതിന് ഒരു പ്രധാന കാരണം കോൺഗ്രസ് ആണെന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇന്നത്തെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം കൂടിയാണ്. ശരി ശരി, മറുപടി ഇനി ആരോടാണ് ചോദ്യം? മറ്റൊരു കാര്യം കൂടിയുണ്ട്. യഥാർത്ഥത്തില് രാജ്യത്ത് അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിന്റെ ഡീസലിന്റെയും വില അതുമായി ബന്ധപ്പെട്ട് അത്തരം തീരുമാനം എടുത്തത് സ്വാഭാവികമായും അതിനകത്ത് കുറയുന്നതിനനുസരിച്ച് ആ കമ്പനികൾക്ക് വില കുറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ആ രൂപത്തിലുള്ള നിലപാട് തുടർന്ന് വന്ന സർക്കാർ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കമ്പനികൾക്ക് അനുകൂലമായി BJPയുടെ സർക്കാർ നിന്നു. ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങളില്ല എന്ന് പറയുന്നില്ല. ആനുപാതികമായി അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്കും അത് ആനുകൂല്യം കിട്ടുമെന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങളന്ന് സ്വീകരിച്ചത്. സ്വാഭാവികമായി ആ രൂപത്തിലല്ല ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ ഇവിടെ ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പിഴിയുന്ന ഒരു നിലപാടാണ് മോദി ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇവിടെ പോലും നമുക്കറിയാൻ സാധിക്കും, മോദി ഗവൺമെന്റ് ഇത്രയേറെ വർദ്ധിപ്പിക്കുമ്പോൾ 2 രൂപ സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ ആളാണ് നിങ്ങളുടെ സർക്കാർ എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളാരും മറന്നുപോയിട്ടില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൽ 2 രൂപയാണ് സെസ് വർദ്ധിപ്പിച്ചത്. അപ്പൊ നിങ്ങളും കുറക്കാനല്ല നോക്കിയിട്ടുള്ളത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതോടൊപ്പം തന്നെ രാജ്യത്ത് BJP അധികാരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടും ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ചില ആളുകൾ പോയിട്ടില്ല എന്ന് പറയുന്നില്ല. കണക്കെടുക്കുമ്പോൾ 1987 ആദ്യമായി കേരളത്തിൽ നിന്ന് പോകുന്ന അമ്പാടി വിശ്വനാഥൻ എന്ന് പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ നാനാർ സർക്കാരിന്റെ കാലത്തെ മന്ത്രിയും CPM നേതാവും ലോക്സഭാ MP രാജ്യസഭാ MPയുമായ അമ്പാടി വിശ്വനാഥനാണ് BJPയിൽ പോയി മത്സരിച്ചത്. അത് മറന്നുപോകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഒരു കണക്ക് ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും പോയവരുടെ കണക്ക് പാർട്ടി നേതാക്കന്മാർ മാത്രമല്ല പാർട്ടി ഓഫീസ് മുഴുവൻ BJP ലയിപ്പിച്ചവരാണ് CPM എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. പിന്നെ നിങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങൾ നിങ്ങളില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പോയ ആളുകൾ അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ ഭാഗത്തും ആളുകളെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ആളുകളെ കൊണ്ടുപോകുന്നു എന്ന് നമുക്കറിയാം. അൽഫോൺസ് കണ്ണന്താനം നിങ്ങളുടെ MLA ആയിരുന്നല്ലോ. അദ്ദേഹം എങ്ങനെയാണ് BJP പാളയത്തിൽ പോയത്, എങ്ങനെയാണ് കേന്ദ്രമന്ത്രിയായത്, എങ്ങനെ രാജ്യസഭാ അംഗമായത്? നിങ്ങളുടെ പാർട്ടിക്കകത്ത് പോയതല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിക്കകത്തു നിന്നും ഇങ്ങനെ ആളുകൾ പോയിട്ടുണ്ട്. കോൺഗ്രസിനകത്തു നിന്നും അധികാരം മോഹിച്ചുകൊണ്ട് ചിലപ്പോൾ ഭയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ നിഷേധിക്കുന്നില്ല. അതിലെ പറഞ്ഞപ്പോ അമ്പാടി വിശ്വനാഥൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വെറുതെ ഇരുന്ന് CPMമായിട്ട് ബന്ധമില്ലാത്ത സമയത്താണ് പോയത്. അതുപോലെയാണോ പത്മജ വേണുഗോപാല് BJPയിലേക്ക് പോയത്? നിങ്ങളെന്തിനാ കണ്ണടച്ചിരിട്ടാക്കുന്ന ഹിന്ദു ചെയ്ത ഒരു ആർട്ടിക്കിളിൽ അവരെ ഈ ഇലക്ഷൻ സ്റ്റഡിയുടെ ഭാഗമായിട്ട് 400 ജനപ്രതിനിധികൾ ഇന്ത്യയിൽ MPമാരും MLAമാരും BJPയിലേക്ക് പോയി. അതിൽ 95% ആള് പോയതും കോൺഗ്രസ് നിന്നാണ്. ഇന്ത്യയിൽ BJPയെ വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ്. ഇവരെന്താ ഇത് പരിശോധിക്കാതെ ഏതെങ്കിലും ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് CPMന്റെ ഭാഗമായി നടപടി സ്വീകരിച്ചോ അല്ലാത്തവരോ പോയതെടുത്ത് കാണിച്ചിട്ടാണോ? കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ലേ, ആശയപരമായി ഏറ്റവും ശക്തമായി അടിയുറപ്പുള്ള K. കരുണാകരൻ എന്ന കോൺഗ്രസ് നേതാവിന്റെ മകള് ശബരിമല BJPയിലേക്ക് പോയില്ലേ? എങ്ങനെയാ കോൺഗ്രസിനെ പ്രതിരോധിക്കുക? BJPയെ വളർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസിനാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബംഗാളും അതോടൊപ്പം ഞാൻ പറഞ്ഞ ആളുകള് ഇപ്പൊ ഈ പറയുന്ന പത്മജ വേണുഗോപാലിന്റെ പേര് പറഞ്ഞു. അതിനേക്കാളും വലിയ MPമാരും MLAമാരാണ് ബംഗാളിൽ നിന്ന് പോയത്. അശോക് നന്ദ, തപസി മണ്ഡൽ, ഗർഗൻ MPമാർ MLAമാർ ആരാ നിങ്ങൾക്ക് അവിടെ? നിങ്ങൾ വേറെ ഏത് സ്റ്റേറ്റിൽ പോയ ആളുകൾ പറയാൻ പറ്റുമോ? ബീഹാർ പറയാൻ പറ്റുമോ? അതോടെ രാജസ്ഥാൻ പറയാൻ പറ്റുമോ? പോയിട്ടുണ്ട്. അവിടുത്തെ വോട്ട് ഇവിടെ പോയി, അവിടുത്തെ വോട്ട് ഇവിടെ പോയി. നികുഞ്ച പൈ, അങ്കൽ ഗൗരി, ദേവേന്ദ്ര റോയ്, ജ്യോതിർമോയ് ഇതൊക്കെ നിങ്ങളുടെ MLAമാർ MPമാർ മന്ത്രിമാർ കേരളത്തിലെ സ്പേസ് പറയല്ല. നിങ്ങൾ ബംഗാളിലും നിങ്ങൾ ത്രിപുരയിലും പോയവരുണ്ട്. മറ്റ് സ്റ്റേറ്റിൽ പോകാൻ നിങ്ങളൊരു പാർട്ടിയല്ലോ. നിങ്ങൾ പാർട്ടിയല്ല. ആരും പോയില്ല. BJP വളരുന്നത് കോൺഗ്രസ് വഴിയാണ് എന്ന് പറയുന്നു. BJPക്ക് സ്വന്തമായി എന്തിനു നേതാക്കളെ ഇത്ര അധികം കൊണ്ടുവരുന്നു? BJP ഹയർ ചോദ്യം എന്നോടല്ല. ഇവർ രണ്ടുപേരും ഞാൻ പറയണ്ട. ഞാൻ ചോദിക്കട്ടെ, AKGയും EMS അല്ലേ ഏത് പാർട്ടിയിൽ നിന്ന് വന്നതിനും? പഴയ കോൺഗ്രസ്സുകാരൻ അല്ലേ? അല്ലാന്ന് സുമേഷിന് അറിയോ? സുമേഷിന് അറിയില്ലെങ്കിൽ ചരിത്രം വായിച്ചോ. AKGയും EMSഉം ആരാണ്? പഴയ കോൺഗ്രസ്സുകാരാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഇടപെട്ടില്ലല്ലോ ചേട്ടാ. ഇന്ന് കോൺഗ്രസ് മുങ്ങിത്താകുകയാണ്. കോൺഗ്രസിന് അല്പവിശ്വാസം ഉണ്ടോ? ഞാൻ ചോദിക്കും, എന്താ വാരണസിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാത്തത്? എന്താ സോണിയാഗാന്ധി മത്സരിക്കാത്തത്?
എന്താ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാത്ത? വയനാട്ടിൽ വന്നിട്ട് ആരോടെ മത്സരിക്കുന്നത്? വയനാട് ഇന്ത്യയിലല്ലേ? വയനാട് ഇന്ത്യയിലല്ലേ? വയനാട് ഇന്ത്യയിലല്ലേ? വയനാട് ഇന്ത്യയിലല്ലേ? വയനാട് ഇന്ത്യ തന്നെയാണ്. ഒരാൾക്ക് എവിടെ മത്സരിക്കണം? പാർട്ടിയെ തീരുമാനിക്കുക എവിടെ മത്സരിക്കണം. ബിജെപിയുടെ തീരുമാനം പറയുമ്പോഴല്ല മത്സരിക്കേണ്ടത്. ആത്മവിശ്വാസമില്ല, ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഞാനൊരു കാര്യം പറയാ, നിങ്ങൾക്ക് ഇപ്പൊ ആകെ ഒരു കച്ചിത്തുരുമ്പ് ഇവിടെ രണ്ടുപേരും അടികയിലിട്ട് ഇവിടുത്തെ പാവപ്പെട്ട അഭ്യസ്ത വിദ്യർ, എന്തായാലും നമ്മുടെ സാക്ഷരതയിൽ മുന്നേറ്റമുള്ള ആള്, നല്ല വൃത്തിയുള്ളവർ, ദൈവത്തിന്റെ സ്വന്തം നാട്, ആ നാടിലെ ജനങ്ങളെ കണ്ണ് പൊടിയിടായി രണ്ടുപേരും. ഈ പാവങ്ങൾ വിചാരിക്കുന്നത് ഇവർ കേരളം ചാണകം തമ്മിലടിക്കാൻ. നിങ്ങൾക്ക് പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ദേശീയ ഗാനം പഠിക്കണോ? ദേശീയ ഗാനം പഠിക്കണം. ചാണകം എന്ന് ചാണകം നല്ല ദേശീയ ഗാനം പഠിക്കാം. എന്നിട്ട് പറയും ചാണകം, ചാണകത്തെ നല്ല ചാണകം. നിങ്ങളെ പോലെ ഒരു മുസ്ലിം സഹോദരനോ മുസ്ലിം സഹോദരനോ കുഴൽപ്പണം കിട്ടി എന്നല്ലാതെ മറ്റൊരു കാര്യമില്ലല്ലോ. ഇപ്പൊ കുഴൽപ്പണം വാങ്ങാനാണെന്നറിയില്ല. വയനാട് വീണ്ടും മത്സരിക്കുന്നുണ്ട്. ബിജെപി വീരപ്പന്റെ മക്കളാ. വീരപ്പന്റെ മക്കളാ. കോൺഗ്രസിന്റെ കാര്യം ഇവിടെ കളിക്കരുത്. കോൺഗ്രസ് ഓഫീസിന്റെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞല്ലോ. ഇവിടെ വന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കോൺഗ്രസ് സംസാരിക്കുമ്പോ നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം കിട്ടിയല്ലോ. നിങ്ങൾ സംസാരിച്ചല്ലോ. എനിക്ക് സംസാരിക്കാനുള്ള അവസരം. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ എവിടെയല്ല ഇപ്പോ? ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ 400+, ഇവര് 40+. മറ്റേത് പാവ ഈനാൻ വെച്ച് മരപ്പെട്ടിയിലോ ചിഹ്നം നിലനിർത്താനായിട്ട് മത്സരിക്കുക ഇന്ത്യയിൽ. ഞങ്ങൾക്ക് ഒറ്റ അറിയാം, ഈ ഭാരതത്തെ മാറ്റണം. എങ്ങനെ മാറ്റണം? വികസനം കൊണ്ട് മാറ്റണം. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ആവാസ് യോജന വീട് കൊടുക്കുമ്പോൾ, ജൽജീവൻ പദ്ധതി പ്രകാരം വെള്ളം കൊടുക്കുമ്പോൾ, കിസാൻ സമ്മാനിധി പൈസ കൊടുക്കുമ്പോൾ, ഒരു മുസ്ലിമിനും ഒരു ക്രിസ്ത്യാനിയും ഒരു ഹിന്ദുവിനെയും ഒരു ജാതിയെ നോക്കിയിട്ടല്ല കൊടുക്കുന്നത്. ഇവിടുത്തെ ഭാരതത്തിന്റെ പൗരന്മാർക്കാണ് കൊടുക്കുന്നത്. അവിടെ ജാതി വിവേചനമില്ല, മതവിവേചനമില്ല, ആർക്ക് കിട്ടുന്നെന്ന് നോക്കുന്നില്ല, എല്ലാവർക്കും കിട്ടുന്നു. അതാണ് ഭാരതം. അങ്ങനെ ഒരു ഭാരതം വേണം. അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെ പോലെ കൊള്ളയടിക്കാനല്ല. നരേന്ദ്രമോദി ഒരു ഉറുപ്പ പോലെ കൊള്ളയടിക്കില്ല. നിങ്ങളെ കൊള്ളയടിച്ച് രാജ്യത്തെ കൊച്ചുകൊടുത്തവരാ. അതുകൊണ്ടാണ് ഈ ജനം അവിടെ മത്സരിക്കാൻ പറ്റാത്തല്ലോ. സോണിയ ആരോടാണ് ചോദ്യം? നിലവില് ഞാൻ കോൺഗ്രസ് പറഞ്ഞ ചോദ്യങ്ങൾ പൂർണ്ണമായി തീർന്നില്ല. 2-3 ചോദ്യങ്ങൾ കൂടി. ഇനി ആരോടെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ് വരാം. താങ്കൾക്ക് ആരോടാണ് ചോദിക്കാനുള്ളത്? എനിക്ക് വ്യക്തിപരമായിട്ട് മലയാളം ഇവിടെ ഇന്ന് സമകാലീന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ചർച്ചാ വിഷയമാക്കും. പക്ഷേ എനിക്ക് ഈ പൊന്നും വിലയുള്ള ഈ സമയത്ത് ഈ 3 ജനപ്രതിനിധികളോടും ഒന്ന് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഗതി. ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഫാർമ ഫീൽഡിലാണ്. അപ്പോൾ അതിൽ വർഷങ്ങളായിട്ട് എൻ്റെ സംഘടന ഒരു കാര്യം പ്രമേയമായിട്ട് അവതരിപ്പിച്ചിരുന്നു. ഡോക്ടർമാരുടെ കുറിപ്പടി കൊണ്ട് ഒട്ടേറെ പേഷ്യൻസ് വരുന്ന റീറ്റെയിൽ കസ്റ്റമർ എന്ന നിലയിൽ വരുന്ന മെഡിക്കൽ ഷോപ്പിൽ വരുമ്പം ആ രോഗികളായിട്ടുള്ളവർ എത്രയോ കഷ്ടപ്പെടുന്ന അവസ്ഥ എത്ര കാലങ്ങളായിട്ട് കാണുന്നു. അതിൻ്റെ ഇതിൽ പ്രമേയമായിട്ട് അവതരിപ്പിച്ചിട്ട് പ്രമുഖ ചാനലിൽ, പ്രമുഖ പത്രങ്ങളിലെല്ലാം ചെറുതും വലുതുമല്ലാത്ത സെൻറ്റിമീറ്ററിൽ ഈ വാർത്തകൾ വന്നിട്ടും ഗവൺമെൻറ് അതിൻ്റെ അകത്തൊരു സത്വര നടപടി സ്വീകരിച്ചിട്ടില്ല. ഒരു പ്രമുഖ ചാനലിൽ 2018 മറ്റോ ആണ് കൊടുത്തെന്ന് തോന്നുന്നു, ഏഷ്യാനെറ്റിൽ കൊടുത്തിട്ട് അന്ന് ഞാൻ നെഞ്ചേറ്റി നടക്കുന്ന ഒരു ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ, ഞാൻ CPM-ൻ്റെ ആൾ തന്നെയാണ്, ശൈലജ ടീച്ചർ വന്ന് കർക്കശ നടപടി സ്വീകരിക്കും. പക്ഷെ അതിനുശേഷം പിന്നീടും ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഞാൻ അതേ ഒരു അവസ്ഥയാണ് ഇങ്ങനെ തുറന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അങ്ങേയറ്റം ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യേണ്ട ഈ സംഗതി ഇവരുടെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഇതുകൊണ്ട് വലിയ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ അനുഭവിച്ചറിയാം. പിന്നെ ഒരു കാര്യം കൂടി, പിന്നെ ഒന്ന് ഈ BJP സർക്കാർ എന്ന് പറയുന്നത് സർക്കാർ ആളെ കണ്ടിലിപ്പോടിയുടെ ഈ ജൻ ഔഷധി എന്ന് പറഞ്ഞ് കുറേ സ്ഥലത്ത് അനുമതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഈ ഫീൽഡിലുള്ള അനുഭവം വെച്ചിട്ട് സാധാരണക്കാരൻ്റെ കണ്ണുപൊടി ഇടുന്ന തരത്തിലുള്ള ഒരു ഔഷധ ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം എന്താണെന്നറിയാം, അതിന് അല്ല സർ, നിങ്ങൾ നല്ലൊരു നേതാവല്ലേ, നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കരുതെന്ന് പറയുന്നത് നിങ്ങളെ മാതൃകയാവണം. ആദ്യം ചോദ്യം ചോദിക്കുന്നില്ല, ഇടപെടല്ല ദയവേത് താങ്കൾ ഇടപെടല്ല. അപ്പോ ഈ ജനൌഷധീന മരുന്നിനെ പറ്റിയിട്ട് ഞാനിവിടെ പറയുന്ന ഇതാ, ഇന്നത്തെ ഈ എല്ലാ മാധ്യമങ്ങളോടും എൻ്റെ റിക്വസ്റ്റാണ്, ഈ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ ജനൌഷധിയിൽ വിതരണം ചെയ്യുന്ന മരുന്ന്
ഗുണനിലവാരം ഉള്ളതാണോ എന്നുള്ളത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഈ മാധ്യമങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്തിട്ട് അതൊന്ന് അന്വേഷിക്കണം. അതിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുതന്നെ ഈ ജനപ്രതിനിധികളെ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തയ്യാറോ? പിന്നെ ഡോക്ടർമാരുടെ കുറിപ്പടിനെ പറ്റിയിട്ട് ചെയ്യോ? ചിലർക്ക് വിഷമമുണ്ടാവും. കാരണം എന്താണെന്നറിയോ, 937 ജനൌഷധി കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാർ. 50% മുതൽ 80% വരെ വിലക്കുറവിലാണ് വിൽക്കുന്നത്. അവിടെ കമ്പനി മരുന്നില്ല, കേന്ദ്ര സർക്കാർ മരുന്നാണ്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, അങ്ങൊരു മെഡിക്കൽ റെപ്പല്ലേ, അങ്ങക്ക് ഒരിക്കലും പറയാൻ സാധിക്കുമോ കേന്ദ്ര സർക്കാരിന്റെ വ്യാജ മരുന്ന് വിൽപ്പനശാലയാണ് ജനൌഷധി എന്ന്? ഞാൻ ചോദിക്കട്ടെ, 50% മുതൽ 80% വരെ വിലക്കുറവ് കിട്ടുമ്പോൾ സാധാരണക്കാരുടെ ഗുണം, നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ടാവില്ല. നിങ്ങളുടെ കമ്മീഷന്റെ പ്രശ്നമാണ്, നിങ്ങളുടെ കമ്മീഷന്റെ പ്രശ്നമാണ്. അല്ലാതെ സാധാരണക്കാരന് മരുന്ന് കിട്ടുമ്പോൾ നിങ്ങൾ ഡോക്ടർമാർക്ക് കമ്മീഷൻ കൊടുത്ത് മരുന്ന് എഴുതിക്കാൻ ശ്രമിക്കുന്ന ആളാണ് നിങ്ങൾ. അതുകൊണ്ട് ഇവിടുത്തെ മെഡിക്കൽ റെപ്പുമാരെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ ഡോക്ടർമാർക്ക് ആരൊക്കെയാണ് കമ്മീഷൻ കൊടുത്ത് മരുന്ന് എഴുതിക്കുന്നത്? പാവപ്പെട്ടവന്റെ തലയിൽ എത്ര മരുന്ന് എഴുതിക്കുന്നത്? അവിടെയാണ് നരേന്ദ്രമോദി സർക്കാർ 937 ഔട്ട്ലെറ്റുകൾ തുറന്നത്. ജനൌഷധി എന്ന് പറയുന്നത് 80% വില കുറവില്ല. അതാണ് ചോദിച്ചോളൂ. കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് ചോദ്യം. കോൺഗ്രസിന്റെ പ്രതിനിധിയോട്, റിജിലിനോടാണ്. തീർച്ചയായിട്ടും. ഒരു 3 വർഷം മുന്നേ നമ്മുടെ ഇവിടെ ചർച്ചയ്ക്ക് ഇരിക്കുന്ന പ്രതിനിധി തന്നെ കണ്ണൂരിന്റെ ടൗണിൽ വെച്ചിട്ട് ഒരു പശുക്കിടാവിനെ കഴുത്തറുത്ത് കൊല്ലുന്നത് കണ്ടു. ആ നിലപാടാണോ കോൺഗ്രസിന് ദേശീയ രാഷ്ട്രീയത്തിൽ കൊണ്ടുപോകുന്നത്? അതാണോ നിങ്ങളുടെ നിലപാട് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. തീർച്ചയായും അന്ന് ഈ രാജ്യത്ത് കൈമുട്ടണ്ട, അന്ന് ഈ രാജ്യത്ത് പിന്നെ പച്ച മനുഷ്യനെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ തല്ലിക്കൊല്ലുകയും അതോടൊപ്പം നിരവധി ആളുകൾക്കെതിരായി കടന്നാക്രമണം നടക്കുമ്പോൾ അന്ന് കശാപ്പ് നിരോധന നിയമം നടപ്പാക്കി ഒരു വിഭാഗത്തെ ഇല്ലാതാക്കാൻ ശ്രമം നടന്നപ്പോഴാണ് അത്തരം ഒരു സമരത്തിലേക്ക് പോയത്. സ്വാഭാവികമായും ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റിയേക്കുന്ന ആരാന്നറിയോ? BJPയുടെ സംഗീത് സോമൻ എന്ന് പറയുന്ന BJPയുടെ MLA ആണ്. അത് ബീഫ് എന്ന് പറയുന്ന ഈ പറയുന്ന പശുക്കുട്ടിയും മൂരിയും ആടും ഒക്കെ എല്ലാം ഉള്ളതാ, അല്ലെങ്കിൽ പിന്നെ പോത്തൊക്കെ ഉള്ളതാ. പിന്നെ എങ്ങനെയാ അതെങ്ങനെയാ? അതിനെ കൊല്ലാം. നിങ്ങൾക്ക് വിദേശത്ത് കയറ്റിയേക്കാം. വിദേശത്ത് സംഗീത് സോമൻ ഞാൻ പറയട്ടെ പാർട്ടിക്ക് ആ വിഷയത്തിനകത്ത് ഞാൻ പറയട്ടെ, എന്റെ വിഷയം പറയാം. ഞാൻ അത്തരത്തിൽ എന്റെ നേതൃത്വ സമരം നടന്നു, ശരിയാണ്. പാർട്ടിയുടെ സമരവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ആ വിഷയത്തിനകത്ത് വ്യത്യസ്ത നിലപാടുള്ളത് കൊണ്ട് പാർട്ടി എനിക്കത് നടപടിയെടുത്തിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അന്ന് എടുക്കാനുള്ള കാരണം പച്ച മനുഷ്യരുടെ ജീവനാണ് വലുത്. ആ മനുഷ്യന്റെ ജീവനെ ഈ ബീഫിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്നതിനാണ് സമരം നടത്തിയത്. ശബരിമലക്ക് വന്ന അയ്യപ്പനെ കഴുത്തത്ത് കൊന്ന ആളുകളാണ് നിങ്ങളുടെ പാർട്ടി. എന്റെ നാട്ടില് ശബരിമലക്ക് പോകാൻ വ്രതമെടുത്ത എന്റെ കൂടെ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ ശബരിമലക്ക് അയ്യപ്പ സ്വാമിയെ കഴുത്തറുത്ത് കൊന്ന ആളുകളാണ് ഇപ്പൊ പറയുന്നത്. കണ്ണൂർ ടൗണിൽ ബോംബ് പറഞ്ഞ ആദ്യം ബോംബ് കണ്ടുപിടിച്ചത് കോൺഗ്രസ് ഓഫീസിൽ. കണ്ണൂരിലെ കോൺഗ്രസ് ഓഫീസിനാണ് ബോംബ് കണ്ടുപിടിച്ചത്. ഈ രാജ്യത്ത് RSS നടത്തിയ പോലെയുള്ള ക്രൂരമായ കൊലപാതകം അതുകൊണ്ട് പറയുമ്പോൾ മൃഗത്തിനെയല്ല പറയേണ്ടത്, മനുഷ്യന്റെ ജീവനാ വലുത്. പിന്നെ മനുഷ്യന്റെ ജീവന. പിന്നെ ഒരു കാര്യം പറയാം, ഈ പശുവിനെ ആരും കൊല്ലാൻ പാടില്ല എവിടെ പറഞ്ഞിട്ടില്ല. ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാ. എവിടെയാ പറഞ്ഞത്? രാമായണത്ത് പറഞ്ഞിട്ടുണ്ടോ? മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ചർച്ചക്കുണ്ടോ? ഓപ്പൺ ചർച്ചക്ക് വരാമേ, അങ്ങനെ ഭയൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, രാമായണത്ത് പറഞ്ഞിട്ടുണ്ട് അറിയോ? ഈ ദശരഥൻ എന്ന് പറയുന്ന മഹാരാജാവ് 300 പശുവിനെ അറുത്തിട്ട രാമൻ ഉണ്ടായതെന്ന് പറയുന്നത് എന്താണെന്നറിയോ? എവിടെയാ പറയുന്നത്? രാമായണത്തിലാ. അന്ന് 2000 പശുവിനെ ഇറക്കുന്ന ദന്തിദേവൻ എന്ന് പറയുന്ന രാജാവുണ്ട്, മാർക്കണ്ഡേയ പർവ്വം അറിയോ? അതിനകത്ത് ഗണ്ഡിക പരിശോധിക്കണം. 2000 പശുവിനെ ദന്തിദേവൻ ദിവസവും അറുത്തിരുന്നു. പറയുന്നവരാ രാമായണവും മഹാഭാരതവും പശുവിനെ അറുത്തിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിക്കാം. ഇല്ലാന്ന് പറയാൻ പറ്റോ? ഒരു രാമായണത്തില്ലാത്ത കഥ പറയുന്നത്. മുന്നന്ത്രവൻ ദന്തിദേവൻ തൻ മടപ്പള്ളിയിൽ ഒന്നിരുന്നു ദിനംതോറും 2000 പശുക്കളെ വായിച്ചു നോക്ക്. രാമായണം മഹാഭാരതം വായിച്ചു നോക്ക്. BJPക്കാരാ ആദ്യം വായിച്ചു പഠിക്കുക. രാമായണ മഹാഭാരതം നമുക്ക് സംസാരിക്കാം, ആ ഭയൊന്നുമില്ല. അതുകൊണ്ട് BJPക്കാരൻ ഇമ്മാതിരി വർത്തമാനം പറഞ്ഞ് പേടിപ്പിക്കണ്ട. രാമായണത്തെ പറഞ്ഞു കോൺഗ്രസ് നടപടിയെടുക്കണം.
Goda, co-presented by Berger Paints, 100 Years of Trust, and ICL Fincorp. ICL Fincorp, the intelligent choice. Co-powered by Chungar Jewelry. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ഇന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. കേന്ദ്ര പ്രദേശത്ത് നടപ്പിലാക്കുന്ന നികുതി ഘടനയല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നികുതി ഘടന. ആർക്കാ അറിയാത്തത്? അവിടെ പെട്രോൾ മാത്രമാണോ? എല്ലാ സാധന സാമഗ്രികൾക്കും വില കുറവാണ്. മാഹിയിൽ മദ്യം വാങ്ങാൻ പോയ കണ്ണൂരിൽ നിന്ന് വാങ്ങുന്ന വിലയാണോ? ഇത് നമ്മുടെ രാജ്യത്തിന്റെ നിയമമാണ്. ഇവിടെ ചോദ്യം എന്താ? അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 46 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാം എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നവരാണ് നിങ്ങൾ. നിങ്ങളിപ്പോ എത്ര രൂപയാ പെട്രോളിന്റെ ഡീസലിന്റെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്? ഇത് പറയുമ്പോ സംസ്ഥാനങ്ങൾക്ക് അവിടെ ടാക്സ് ചുമത്താനുള്ള അവകാശം സെൻട്രൽ ഗവൺമെന്റ് ഏത് തുകയാ പിടിച്ചു വെച്ചതെന്നാ ചോദിച്ചേ. സുപ്രീം കോടതി ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമുണ്ടല്ലോ, കേരളത്തിന് അർഹതപ്പെട്ടത് നൽകണം എന്ന് സുപ്രീം കോടതി പറഞ്ഞാലാ. ഇപ്പൊ ടാക്സ് പിരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. 100 രൂപ പിരിക്കുമ്പോ നമുക്ക് 22 രൂപയാ തരുന്നത്. ഉത്തർപ്രദേശ് കൊടുക്കുന്നത് 125 രൂപയാ. നമ്മൾ ടാക്സ് പിരിച്ചപ്പോൾ നമുക്ക് 70 രൂപ കിട്ടിയിരുന്നു. ഈ പ്രശ്നമാണ് കേരളം അഭിമുഖീകരിക്കുന്നത്. കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങണം, എന്നാൽ കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക കാര്യം നൽകണം എന്ന് എന്തുകൊണ്ടാണ് BJP കേരള ഘടകം ആവശ്യപ്പെടാത്തത്? ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കണ്ടേ? ഇവിടുത്തെ ജനങ്ങളുടെ വോട്ട് വേണം. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകില്ല എന്ന് BJP പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ? ഞങ്ങൾ അനർഹമായിട്ടല്ല ചോദിച്ചത്. ഇവിടുന്ന് പിരിച്ചുകൊണ്ടുപോകുന്ന നികുതിയിൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് തരണം. അത് സുപ്രീം കോടതി ഇപ്പൊ ശരിയാണെന്ന് പറഞ്ഞില്ലേ? ശരിയാണെന്ന് പറഞ്ഞത് ഞങ്ങൾ എന്തിനാ കളവ് പറയുന്നത്? ഒറ്റ കാര്യം സെൻട്രൽ ഗവൺമെന്റിന്റെ കടം 1,50,000 കോടിയാണ്. 1,50,000 കോടി. മോഡി അഴിമതി നടത്തിയിട്ടാണോ 1,50,000 കോടി കടം? പറ ഹരിദാസേട്ടൻ, പറ നാട്ടുകാരോട്. നമുക്ക് നമ്മളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിലേക്കൊന്ന് തിരിച്ചു വരണം. നമ്മുടെ കണ്ണൂരിലേക്കൊന്ന് വരണം. കണ്ണൂരിലെ സ്ഥാനാർത്ഥികൾ നമുക്കറിയാം, വളരെ പ്രമുഖരായ 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ. ഈ രാഷ്ട്രീയമായും വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. റിജിൽ മാക്കുറ്റിക്ക് കെ സുധാകരന്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു 2 മിനിറ്റ് പറയാം. അദ്ദേഹത്തെ എന്ത് ജയിപ്പിക്കണം ജനം? തീർച്ചയായും ശ്രീ കെ സുധാകരൻ ഈ നാടിന്റെ ജനപ്രതിനിധിയായി വലിയ ഭൂരിപക്ഷം ജയിച്ച് കയറി പാർലമെന്റിലെത്തിയ ഒരു ജനപ്രതിനിധിയാണ്. തീർച്ചയായും അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രതിപക്ഷ MP എന്ന നിലയിൽ രാജ്യത്തെ പല അവകാശങ്ങളും ഭരണകൂടത്തിന്റെ ഭാഗമായി ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഈ പാർലമെന്റിലെ അകത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 182.31 കോടിയുടെ വികസനം അദ്ദേഹത്തിന്റെ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ രേഖ ഉൾപ്പെടെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് വെച്ച് തന്നെയാണ് വികസനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അതോടൊപ്പം ഈ നാടിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ രാജ്യത്തിന്റെ ഐക്യം നിലനിർത്താനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ബഹുമാന്യനായ ശ്രീ കെ സുധാകരനെ കണ്ണൂരിലെ ജനത വിജയിപ്പിക്കുമെന്ന സമയം ഞങ്ങൾക്ക് തർക്കമില്ല. പ്രത്യേകിച്ച് കണ്ണൂർ CPMന്റെ കോട്ടയാണ്. ആ കോട്ട അട്ടിമറിച്ച ഒരു പാരമ്പര്യമാണ് കെ സുധാകരന്. ഈ തവണയും കണ്ണൂരിലെ ജനങ്ങൾ ശ്രീ കെ സുധാകരനെ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിക്കും എന്നത് സംബന്ധിച്ച് ഞങ്ങൾക്കൊരു തർക്കമില്ല. NDA സ്ഥാനാർത്ഥി രഘുനാഥ് ഇവിടെ മത്സരിക്കുന്നത് മാറിയ കാലഘട്ടത്തിൽ നരേന്ദ്രമോദി നാടിന് നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് നമ്മുടെ കണ്ണൂരിന് യാഥാർത്ഥ്യമാക്കണം. കണ്ണൂരിലെ വികസനമില്ലാത്ത ഒരു പ്രദേശമായി കണ്ണൂർ മാറി. കണ്ണൂരിൽ രാഷ്ട്രീയ നേതാക്കന്മാർ നിരവധിയുണ്ട്, പ്രഗത്ഭരായ ആളുകളുണ്ട്. അവരൊക്കെ പാർലമെന്റിൽ പോയിട്ടുണ്ട്. പക്ഷെ പോയവരൊന്നും അവിടെ ഹാജർ നില എടുത്ത് പരിശോധിച്ചാൽ 46% ഹാജർ മാത്രമേ ഉള്ളൂ. 16 ചോദ്യം മാത്രമേ ഈ കാലയളവ് ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ ഞാൻ പറയും, രാജ്യസഭാ MPമാരുണ്ട്, ശിവദാസനുണ്ട്, സന്തോഷ് കുമാറുണ്ട്. 1.5% ഫണ്ട് മാത്രമേ ഇവിടെ വിനിയോഗിച്ചിട്ടുള്ളൂ. എൻ്റെ അടുക്ക രേഖയുണ്ട്. 48% ഫണ്ട് മാത്രമേ സുധാകരൻ വിനിയോഗിച്ചിട്ടുള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പദ്ധതികൾ ഒന്നും തന്നെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഒരു ഹൈമാസ് ലോമാസ് ലൈറ്റ് കത്തിക്കാൻ ഒരു പഞ്ചായത്ത് മെമ്പർ മതി. അതിന് സുധാകരൻ എന്ന് പറഞ്ഞ MP ആവശ്യമില്ല. സീമ ടീച്ചർ എന്ന് പറഞ്ഞ MP ആവശ്യമില്ല. ഈ MPമാർ ഇവിടെ പോയിട്ടുള്ളത് ജനങ്ങളുടെ വോട്ട് നേടിയിട്ട് ഇവിടെ വികസന വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഈ നാടിന്റെ വികസനം യാഥാർത്ഥ്യമാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുള്ള അമൃത് പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത അമൃത് പദ്ധതി ഈ നാടിന് വേണ്ടിയിട്ട് വികസന പ്രവർത്തനത്തിന് കൊടുത്തിട്ട് ഈ 500 കോടി രൂപ ഇവിടെ കൊടുത്തിട്ട് അത് ചെലവഴിക്കാൻ പോലും സാധിച്ചിട്ടില്ല. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അടക്കം 35 റെയിൽവേ സ്റ്റേഷൻ ആധുനിക രീതിയിൽ വികസന പ്രവർത്തനം നടക്കാൻ പോവുകയാണ്. എല്ലാ റെയിൽവേ സ്റ്റേഷനും വികസിക്കുന്നു. ഇവിടുത്തെ റോഡുകൾ 6 വരി പതിയാക്കുന്നു. ഹൈവേയും റോഡും റെയിൽവേയും അതോടൊപ്പം സീപോർട്ടും എയർപോർട്ടും യാഥാർത്ഥ്യമാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ്.
നരേന്ദ്രമോദി സർക്കാർ ഒരു വശത്ത് വികസനം നടത്തുന്നു, ഒരു വശത്ത് ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾക്ക് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ഇത് ജനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇത് കണ്ണൂരിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ അന്ധമായ രാഷ്ട്രീയത്തിന്റെ തടവറയിലായിരുന്നു ഇന്നലെ വരെയെങ്കിൽ അത് പൊട്ടിച്ചെറിഞ്ഞ് രഘുനാഥിനെ വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ 100% ഞങ്ങൾ വിശ്വാസമുണ്ട്. കാരണം ഇവിടെ വികസനം വേണം, നാട് മാറണം, നാടിലെ ജനങ്ങളുടെ ക്ഷേമം വേണം, വർദ്ധിക്കണം. അതിനുവേണ്ടിയാണ് രഘുനാഥ് മത്സരിക്കുന്നത്. അല്ലാതെ നേതാക്കന്മാരെ തെരഞ്ഞെടുത്താൽ അവർ പാർലമെന്റിൽ പോവില്ല. അവർ 16 ചോദ്യം മാത്രം ചോദിക്കും, 45% മാത്രമേ വിനിയോഗിക്കുന്നുള്ളൂ. രാജ്യസഭാ എംപിമാര് പോലും 1.5% മാത്രമേ ഈ കണ്ണൂരിന്റെ വികസനത്തിന് വേണ്ടി ഫണ്ട് കൊടുത്തിട്ട് വിനിയോഗിച്ചിട്ടുള്ളൂ എന്ന് ഇവിടുത്തെ കലക്ടറേറ്റിൽ നമുക്ക് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ പറയാൻ പറ്റും. ശരി, സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചോദ്യങ്ങളാവും. സ്ഥാനാർത്ഥികളെ കുറിച്ച് മാത്രം ആരോടാണ്? മൂന്നാളോട്. അപ്പോ മൂന്നാളും അവരെ സ്ഥാനാർത്ഥികൾ എന്തിനു ജയിപ്പിക്കേണ്ട ഒരു ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടിയാൽ പുളിക്കൂന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിതുവരെ കിട്ടിയിട്ടില്ല ആ പൈസക്ക് പെട്രോള്. പിന്നെ കോൺഗ്രസിന്റെ ആള് സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനെന്താ അവിടെ പോയി കളക്കാനോ എന്ന് വെച്ചിട്ടുണ്ട്. 18 MP എന്താ അവിടെ പോയി കളക്കാനോ എന്ന് പത്രക്കാരോട് ചോദിക്കുന്ന വീഡിയോ ഈ നാട്ടിലെ മുഴുവൻ ആളും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടുന്ന് ജയിപ്പിച്ചിട്ട് ഈ നാടിന് എന്ത് പുരോഗതി ഉണ്ടാകാനാണ്? സുധാകരൻ ഇപ്പം 5 കൊല്ലം ജയിച്ചല്ലോ, എന്നിട്ട് ഇവിടെ എന്താ ഉണ്ടാക്കിയ? ഇപ്പം കണക്ക് പറഞ്ഞു, മൊത്തം സഭ കൂടിയതിന്റെ പകുതി പോലും ചങ്ങായിയാടെ പോയിട്ടില്ല. പോയ രംഗത്ത് തന്നെ ലോകസഭയും രാജ്യസഭയും മാറിപ്പോവുകയും ചെയ്തിന്. അങ്ങനെയുള്ള ആളെ വീട് നയിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ശരി, ചോദ്യം 50 രൂപ പെട്രോൾ മുതൽ. അല്ല, നമുക്ക് റിജിലിന്റെ സുധാകരന്റെ ഫണ്ട് വിനിയോഗം ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കുന്നുണ്ട്. അതിലേക്ക് തീർച്ചയായിട്ടും വളരെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ വികസന ഫണ്ടുമായി ബന്ധപ്പെട്ട് 18.44 കോടി രൂപ അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. അതിന്റെ രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ വിവരാവകാശമല്ല, എന്ത് അവകാശം ചോദിച്ചാലും എന്റെ കണക്ക് നിങ്ങൾക്ക് കിട്ടും. അതുമായി ബന്ധപ്പെട്ട് 18.44 കോടി രൂപ അദ്ദേഹം ചെലവഴിച്ചു. മാത്രമല്ല, കഴിഞ്ഞ MP ആയിട്ട് ശ്രീമതി ടീച്ചർ ചെലവഴിക്കാതെ പോയിട്ടുള്ള 1.44 കോടി ഉൾപ്പെടെ അങ്ങനെയാണ് ആ പദ്ധതി, ആ പണവും ചെലവഴിച്ചത് കെ സുധാകരനാണ്. അങ്ങനെ 21.94 കോടി രൂപയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. അതിനകത്തേശം 17 കോടി രൂപയുടെ പൂർത്തീകരണം നടത്തിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്, ഭരണാനുമതിയുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുകയാണ്. മാത്രമല്ല, ഇവിടെ പ്രധാനമന്ത്രി ദേശീയ ദുരിതാശ്വാസ ഫണ്ട് PMNRF-ൽ 4 കോടി രൂപ ഈ കണ്ണൂരിന് അനുഭവിച്ചു കിട്ടിയിട്ടുണ്ട്. അത് MP ഇടപെട്ടുകൊണ്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഡയറക്റ്റ് ഇടപെടാൻ പറ്റില്ലല്ലോ. പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന 70 കോടി രൂപ ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. അത് കെ സുധാകരൻ ഇടപെട്ടുകൊണ്ട് തന്നെയാണ്, അല്ലാതെ ഈ പറയുന്ന വേറെ ആരും ഇടപെട്ടുകൊണ്ടൊന്നുമല്ല. മാത്രമല്ല, ഈ നമ്മുടെ 3G ടവറുകൾക്ക് വേണ്ടി അത് മാറ്റുന്നതിന് വേണ്ടി 24 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സെൻട്രൽ റോഡ് ഫണ്ട് 26 കോടി, ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതി 3.87 കോടി, റെയിൽവേ വികസന അമൃത് പദ്ധതി കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ 34 കോടി, MP ഫണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 18.44 കോടി. കോവിഡ് കാലത്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അദ്ദേഹം വിതരണം ചെയ്തിട്ടുണ്ട്. 1 കോടി രൂപയുടെ സാധാരണക്കാരെ പാവപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് ഹോസ്പിറ്റലുകൾക്ക് ജീവൻ രക്ഷാ ഉപകരണം നൽകി 1 കോടിയാണ്. അങ്ങനെ ഈ ഘട്ടത്തിൽ ഒരു പ്രതിപക്ഷ MP എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കെ സുധാകരൻ 5 വർഷക്കാലം കൊണ്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. തീർച്ചയായും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ്. അതിനെതിരായി വലിയ രാഷ്ട്രീയ ക്യാമ്പയിൻ ഇവരെ ഭാഗത്തുനിന്നുണ്ട്. അതിനെ അതിജീവിച്ചുകൊണ്ട് കെ സുധാകരനെതിരായി എല്ലാ ഘട്ടത്തിലും എല്ലാ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. പക്ഷെ കണ്ണൂരിലെ ജനത അതൊന്നും ചെവിക്കൊണ്ടിട്ടില്ല എന്നുള്ളത് കൃത്യമായ തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിലെ ശ്രീമതി ടീച്ചറെ ഈ ജില്ല കണ്ട ഏറ്റവും മികച്ച MP ആയിരുന്നു. ശ്രീമതി ടീച്ചറുടെ കാലത്താണ് ഇപ്പൊ റിജിൽ പറഞ്ഞു, സെൻട്രൽ റോഡ് ഫണ്ട് 426 കോടി രൂപയാണ് ആ ടേമിൽ ഇവിടെ കൊണ്ടുവന്നത്. ഈ ജില്ലയിൽ ഇതുപോലെ ഇടപെട്ട ഒരു MP ഉണ്ടായിരുന്നില്ല. MPയുടെ അവസാന പീരീഡിൽ അവസാനത്തെ വർഷം പ്രഖ്യാപിച്ച അവർക്കുള്ള MPമാർക്ക് 5 കോടിയാണല്ലോ ഒരു സാമ്പത്തിക വർഷം കൊടുക്കുന്നത്. അതിൽ 1 കോടി രൂപ സ്വാഭാവിക നിർദ്ദേശങ്ങൾ കൊടുത്തത് ബാലൻസ് വരുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ടീച്ചറുടെ 7 അയലത്തെത്താവുന്ന പ്രവർത്തനമല്ല ഇവിടെ നടന്നത്. ഒന്ന്, ഇവിടെ ശ്രീ ഹരിദാസ് ചേട്ടൻ പറഞ്ഞു ശിവദാസനും സന്തോഷ് അവരിപ്പോ രാജ്യസഭാ MPമാരായി നിർദ്ദേശിക്കപ്പെട്ടിട്ട് ആകെ 2 വർഷമേ ആയിട്ടുള്ളൂ. അവരെ ഈ കണക്കിൽ കൂട്ടാൻ പറ്റുന്നതല്ല. അവർ രാജ്യസഭാ MPമാരായി നിർദ്ദേശിക്കപ്പെട്ടിട്ട് ആകെ 2 വർഷം മാത്രമേ ഉള്ളൂ. ഈ 5 വർഷം ഈ കണ്ണൂർ ജില്ലയിൽ ഏത് ജനങ്ങളോട് ചോദിച്ചാലും പറയും, ബഹുമാന്യനായിട്ടുള്ള UDF MPക്ക് കണ്ണൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നിലയിലും സാധിച്ചിട്ടില്ല എന്നുള്ള വലിയ ചർച്ചയാണ് ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. ശരി, അവസാനമായി വളരെ പെട്ടെന്ന് 1 മിനിറ്റ് നമുക്ക് അവസാനിപ്പിക്കണം. ഇത് കലക്ടറേറ്റില് കലക്ടർ അടക്കമുള്ള MPമാരടക്കമുള്ള
കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്തൊക്കെയാണ് ജില്ലയിൽ നടപ്പിലാക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു രേഖയാണ്. ദിശ എന്നാണ് അതിന് പറയുക. അതിൽ ഞാൻ വായിക്കുക, സുധാകരൻ ചിലവഴിച്ച 49%, ശിവദാസൻ MP ചിലവഴിച്ചത് 1.5%, സന്തോഷ് കുമാർ MP ചിലവഴിച്ച 10.15%. ഇതാണ് ഫണ്ട് ചെലവഴിച്ചത്. ഇത് എല്ലാം എന്ന് എവിടെയാണ് പറയാൻ സാധിക്കുക? ഞാൻ പറയാം ഒരു മിനിറ്റ്. ഞാൻ കളവല്ല, ഞാൻ പ്രോജക്ട് കൊടുത്തിട്ടില്ല. കോൺട്രാക്ടർമാർക്ക് പണം കിട്ടിയതുമായി ബന്ധപ്പെട്ട കാര്യം 10 കോടി രൂപയുടെ പ്രോസസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് തടസ്സപ്പെടുത്തുന്നത്. ഇതാണ് അസ്വസ്ഥത, ഇതാണ് അസഹിഷ്ണുത, ഇതാണ് അസഹിഷ്ണുത, ഇതാണ് അസ്വസ്ഥത. ഞാൻ പറയുന്നത് കളവല്ല. എന്താണെന്നറിയോ, രജിൽ കുട്ടി ഇവിടെ നിന്ന് ഒരു രേഖ വായിച്ചു. ഞാനും ഒരു രേഖയെ വായിക്കുന്നത്. ഇത് കലക്ടറേറ്റിലെ രേഖയാണ്, ഇത് അയാൾ എഴുതിക്കൊണ്ടുവന്ന രേഖയാണ്. രണ്ട് വ്യത്യാസം. ഇത് കലക്ടറേറ്റിലാണ്, ഇത് കലക്ടറേറ്റിലെ രേഖയാണ്, അത് എഴുതിക്കൊണ്ടത്. ഇതേ വ്യത്യാസമുള്ളൂ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ വികസനം പറയുന്നു, നിങ്ങൾ വിരോധം പറയുന്നു. അതേ ഉള്ളൂ വ്യത്യാസം, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾ വികസനം പറയുമ്പോൾ നിങ്ങൾ വിരോധം പറയും. ഇത് പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മുടെ കണ്ണൂരിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് വരെ BJP തെരഞ്ഞെടുത്തിട്ടില്ല. മറ്റ് നാടിലൊക്കെ BJP തെരഞ്ഞെടുത്തു. വികസനത്തിന്റെ കുതിപ്പാണ് ഇവിടെ കിതപ്പാണ്, ഇവിടെ കിതപ്പാണ്. ആ കിതപ്പ് മാറ്റണം, ആ കിതപ്പ് മാറ്റണം. ഇവിടെ കുതിക്കണം, കണ്ണൂര് കുതിക്കണം. പറഞ്ഞോ, ഇങ്ങോട്ട് വന്നോ, പറഞ്ഞോ, ഇവിടെ വന്ന് പറഞ്ഞോ, പറയൂ. വോട്ടർമാർ തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടാതെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടാതെ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടാതെ Godha, co-presented by Berger Paints.